ഒടുവിലെത്തി നിൽക്കുമ്പോൾ ഇസ്രയേലിനെയും വരട്ടി ട്രംപ് കരാറായി എല്ലാം പിൻവലിക്കുന്നു, നടപ്പിലാക്കി തുടങ്ങി എന്നൊക്കെ പ്രഖ്യാപിച്ച് പിരിയാനൊരുങ്ങുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ പ്രഖ്യാപനം മുതൽ ഇങ്ങോട്ട് നോക്കിക്കണ്ട ചില മുതിർന്ന പശ്ചിമേഷ്യൻ മാധ്യമപ്രവർത്തകർ ട്രംപിനോട് പറയുന്നുണ്ട്, നിൽക്ക്, അങ്ങോട്ട് പോകാൻ വരട്ടെ, ഈ പോകുന്നതിന് മുമ്പ് എന്ത് സംഗതിയാണ് ഇതുകൊണ്ട് നേട്ടമുണ്ടായത് എന്നൊന്ന് പറഞ്ഞിട്ട് പോകൂ എന്ന് പറഞ്ഞ് വളരെ മനോഹരമായി അദ്ദേഹം എടുത്ത ഈ നിലപാട് എത്രത്തോളം പാളിപ്പോയെന്നും എത്രത്തോളം മണ്ടത്തരമായിരുന്നുവെന്നും എന്ത് നേടിയെന്നും കൃത്യമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ആ വിലയിരുത്തലിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നത് ഏറെ ഉചിതമായിരിക്കും. ഇറാനെ അദ്ദേഹം ആക്രമിച്ചത് സ്നേഹിക്കാൻ വേണ്ടിയല്ല. ഇറാനെ ആക്രമിച്ചത് ഇറാൻ്റെ സൈനിക ശേഷി തകർക്കുക, ഇറാൻ്റെ എണ്ണ എടുക്കുക, ഇറാനെ അസ്ഥിരപ്പെടുത്തുക, അവിടെ തങ്ങൾക്ക് കൂടി താല്പര്യമുള്ള ഒരു റെജിം ചേഞ്ച് നടപ്പിലാക്കുക, ഇതൊക്കെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്തൊക്കെയാണെന്നറിയോ? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങളുടെ തകർച്ചയും സൈനികരുടെ ജീവഹാനിയുമാണ്. അതായത് ഏതാണ്ട് കോടിക്കണക്കിന് രൂപ നഷ്ടം വരത്തക്കവണ്ണം നിരവധിയായ ഫൈറ്റർ ഫ്ലൈറ്റുകൾ അമേരിക്കയ്ക്ക് നഷ്ടമായി. ചിലതൊക്കെ പറക്കലിൽ തന്നെ തകർത്തിട്ടു, മറ്റു ചിലത് ബേസുകളിൽ വെച്ച് ആക്രമിച്ചു. അതിലേറ്റവും വലിയ നഷ്ടമുണ്ടായത് ഖത്തറിലെ അൽ ഉദൈദ് എന്ന് പറയുന്ന US താവളത്തിലും ഇറാഖിലെയും സിറിയയിലെയും താവളത്തിലും ഇറാൻ നടത്തിയ കനത്ത ആക്രമണമാണ്. ഇത്രയേറെ സൈനികർക്കും ഇത്രയേറെ ആയുധങ്ങൾക്കും ഇത്രയേറെ യുദ്ധോപകരണങ്ങൾക്കും യുദ്ധവിമാനങ്ങൾക്കും നഷ്ടം വന്ന, തിരിച്ചടി കിട്ടിയ ഒരു കാലം അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടേ ഇല്ല. ഇറാഖ് യുദ്ധത്തിലൊന്നും ഇതിൻ്റെ 4/1 നഷ്ടമുണ്ടായിട്ടില്ല. അതിനേക്കാളൊക്കെ വലിയ നഷ്ടമാണ് ഇറാനിൽ നിന്ന് ട്രംപിന് അനുഭവിക്കേണ്ടി വന്നത്. അതിലെടുത്തു പറയേണ്ടത് ഖത്തറിലെ ഉദൈദ് എന്ന് പറയുന്ന അൽ ഉദൈദ് എന്ന് പറയുന്ന US വിമാനത്താവളത്തിലുണ്ടായ ആക്രമണമാണ്. 10,000-കണക്കിന് പേരാണ് അവിടെ ഉള്ളത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബേസ് US ബേസ് ഖത്തറിലേതാണ്. അതാണ് ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തത് കടുത്ത സാമ്പത്തിക ബാധ്യത. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ബാധ്യതയുണ്ടാക്കി ഈ യുദ്ധം. ലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോണുകളും ഉപകരണങ്ങളും ഒക്കെയാണ് ഇതിന് ഉപയോഗിച്ചത്. സാധാരണ അമേരിക്ക വല്ലവരുടെയും ചെലവിലേ ഉപയോഗിക്കാറുള്ളൂ. ഇതിന് ഇസ്രയേലിൽ നിന്ന് ചെലവ് കാശൊന്നും കിട്ടിയില്ല. യൂറോപ്പ് ഒന്നും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടൊക്കെ തന്നെ കനത്ത സാമ്പത്തിക ബാധ്യത ഈ യുദ്ധം മൂലം അമേരിക്കയ്ക്കുണ്ടായി. സാമ്പത്തികത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞതോടുകൂടി ആഗോളതലത്തിലുണ്ടായ പ്രതിസന്ധി പോലെ തന്നെ അമേരിക്കയിലും ഇൻഫ്ലേഷൻ ഉണ്ടായി. അമേരിക്കൻ ആഭ്യന്തര വിപണിയിൽ വൻ വിലക്കയറ്റമാണ് ഉണ്ടായത്. ആ വിലക്കയറ്റം ചില്ലറ തലവേദനയല്ല അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയത്. എന്നും അമേരിക്ക വളരെ സേഫായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഇറാഖിനെ അടിച്ചപ്പോഴും അമേരിക്ക സ്റ്റേബിളാണ്. പശ്ചിമേഷ്യയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായി, ഇറാഖിന് പ്രതിസന്ധി ഉണ്ടായി, ഇസ്രയേലിനും അന്ന് ചെറിയ തോതിലൊക്കെയുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രതിസന്ധി ഉണ്ടായി. അമേരിക്കയ്ക്ക് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ അമേരിക്കൻ വിപണി സഹിതം ആടി ഉലഞ്ഞ സ്ഥിതിയിലേക്കെത്തി. മൂന്നാമത്തേത്, ഇറാൻ്റെ പ്രോക്സി ശൃംഖലയിലൊന്നും കാര്യമായി ഒന്നും അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല. ഹൂത്തികൾ, ഹിസ്ബുള്ള, ഇറാഖിലെ മിലിഷ്യകൾ ഇവരെല്ലാവരും ഉണ്ടെങ്കിലും ഈ അക്രമത്തിൽ ഇവരെ ആരെയും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെ ചെയ്യും? ഇറാനെ ചെന്ന് തോണ്ടിയതിന് ശേഷം ഇറാൻ പിന്നാലെ നിൽക്കുകയല്ലേ. ആ ഇറാനെ ഒന്ന് പിടിച്ചു കെട്ടാൻ പാടുപെടുന്നു. സ്വന്തം ചങ്കായ ഇസ്രയേലിൽ നിന്ന് കരച്ചിലുയരുന്നു. അവിടുത്തെ പല സ്ഥലങ്ങളും ആക്രമിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. നമ്മൾ സാറിന് ചിലരുമായിട്ട് ഇടിയിടാൻ പോകുമ്പോൾ അവരൊന്ന് പിടുത്തം വിട്ടിട്ട് വേണ്ടേ വേറെ ഉള്ളവരെ ഇടിക്കാൻ. അങ്ങനെ ഒരു പ്രതിസന്ധിയിലെത്തി അമേരിക്ക. കൂടാതെ ഈ ആഗോള കപ്പൽ സംവിധാനമെല്ലാം ഹൂത്തികൾക്ക് തടയാൻ പറ്റി. എന്ന് വെച്ചാൽ ഇന്ന് വരെ അമേരിക്കയുടെ കയ്യിലാണ് നാവിക മേധാവിത്വം എന്ന് പറയുന്നത് ഒരു നാണക്കേടുണ്ടാകുന്ന സ്ഥിതിയിലെത്തി. നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, നമ്മളെ കയറ്റി വിടുന്നില്ലെങ്കിൽ എന്നാൽ ഇനി ആരും പോകണ്ട എന്ന് പറയുന്ന ദുർബലമായ സ്റ്റാൻഡേ അമേരിക്കയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ അകത്ത് നിൽക്കുന്ന ദുർബലരായ ആളുകൾ നമ്മൾ വലിയ ബലവാൻ പുറത്ത് നിന്ന് തള്ളുന്നു. പക്ഷേ അവൻ ഡോറ് തുറക്കുന്നതേ ഇല്ല, അവനൊരു കൂസലുമില്ല, ഹോർമുസ് തുറന്നു കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ അമേരിക്ക ആകെ ചെയ്തേ എന്താ? എന്നാൽ ആരും പോകണ്ടെന്നും പറഞ്ഞൊരു നാവിക ബ്ലോക്കേഡ് ഉണ്ടാക്കിയെന്നല്ലാതെ നാവിക മേഖലയിൽ അത് കനത്ത പ്രതിസന്ധിയാണ് ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ യുദ്ധം മൂലം റഷ്യ, ചൈന, ഇറാൻ എന്ന് പറയുന്ന ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ ഒരു ആൻറ്റി
US അലയൻസ് രൂപം കൊള്ളുന്നതിന് കാരണമായി. ഇവരെല്ലാവരും കൂടി ഒത്തു. യുദ്ധസമയത്ത് റഷ്യയിൽ നിന്നുള്ള സാങ്കേതിക സഹായം വളരെ കൃത്യമായി കിട്ടി. അമേരിക്കയെ പശ്ചിമേഷ്യയിൽ നിന്ന് പൂർണ്ണമായി ഒറ്റപ്പെടുത്തുന്നതിന് വ്യത്യസ്തമായ ആശയങ്ങളും നിലപാടുകളുമായിട്ട് നിന്ന ചൈനയും റഷ്യയും ഇറാനും ഒന്നിക്കുന്ന കാഴ്ചയുണ്ടായി. അത് പശ്ചിമേഷ്യയിൽ ചെറിയ തിരിച്ചടിയല്ല അമേരിക്കയ്ക്ക് വരുത്തിയത്. കാരണം ചൈനീസ് വിപണികളൊക്കെ കച്ചവട കാര്യങ്ങൾക്കായി മിഡിൽ ഈസ്റ്റ് തുറന്നു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ സൗദിയിലെ MBS മുഹമ്മദ് ബിൻ സൽമാൻ ചൈനയുമായി ചില ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. അവിടെയൊക്കെ കച്ചവടവും ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യങ്ങളുമാണ് ചർച്ച ചെയ്തതെങ്കിൽ ഒരു പ്രതിരോധ സംവിധാനത്തിൽ, ഒരു ആഭ്യന്തര സംവിധാനത്തിൽ, ഒരു ആക്രമണ സ്വഭാവത്തിൽ, ഒരു മിലിഷ്യ റിലേഷൻഷിപ്പ് ഇവർക്കിടയിൽ ഉണ്ടാക്കുന്നതിന് അമേരിക്കയുടെ ഈ ഇടപെടൽ ഒരു വലിയ കാരണമായി. അത് വലിയൊരു നഷ്ടമാണ്. അഞ്ചാമത്തേത്, ഈ പറയുന്ന അമേരിക്കയ്ക്ക് ബദലായുള്ള സംവിധാനങ്ങളെല്ലാം റീജുവനേറ്റ് ചെയ്യപ്പെട്ടു, റീസ്റ്റാർട്ട് ചെയ്യപ്പെട്ടു. ഡോളർ ഇല്ലാതെ യുവാനിൽ കച്ചവടം നടത്തി, ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി, പലതും വാങ്ങി. കൂടാതെ പല തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിനുള്ള സാഹചര്യം ഈ ഒരു സംഗതി മൂലമുണ്ടായി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ആറാമത്തേത്, ഒരു ഡിപ്ലോമാറ്റിക് ഐസൊലേഷൻ അമേരിക്ക ഈ കാലയളവിൽ നേരിട്ടു. മറ്റേത് ഡിപ്ലോമാറ്റിക് നെറ്റ്വർക്കിൻ്റെ ഉപജ്ഞാതാവും അതിൻ്റെ നായകനുമായിരുന്നു അമേരിക്ക. പക്ഷേ ഈ യുദ്ധത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് ഐസൊലേഷനാണ് അമേരിക്കയ്ക്കുണ്ടായത്. അമേരിക്കയുടെ കയ്യിൽ ഇസ്രയേൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊഴിച്ചാൽ, അല്ലെങ്കിൽ ഇസ്രയേലിന് വേണ്ടിയാണ് അമേരിക്ക ഈ അടിച്ചതെന്നൊഴിച്ചാൽ യൂറോപ്പിൽ ആരും ഉണ്ടായില്ല. മിഡിൽ ഈസ്റ്റിലെ ആരും ഉള്ളു തുറന്നു കൂടെ നിന്നില്ല. ചൈനയും റഷ്യയും ഒന്നും അടുത്തില്ല. ചൈനയിൽ പുള്ളി കെട്ടിയൊരുങ്ങി പോയിട്ടും അവിടെ നിന്ന് അനുകൂലമായൊരു സംഗതി ഉണ്ടായില്ല. ചുരുക്കത്തിൽ അമേരിക്ക പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരു ഡിപ്ലോമാറ്റിക് ഐസൊലേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ അമേരിക്ക എത്തപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് ട്രംപ് വിജയം ആഘോഷിക്കാൻ പോകുന്നതിന് മുമ്പ് അമേരിക്കയ്ക്കും അമേരിക്കയുടെ വമ്പിനുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മണ്ടത്തരം കൊണ്ട് സംഭവിച്ച ഈ വീഴ്ചകൾ കൂടി അറിയണം, ചർച്ച ചെയ്യണം.